എന്നുള്ള നിർദ്ദേശം ആരുടേതായിരുന്നു? അല്ല, പോറ്റിക്ക് ഉള്ളിൽ കൊടുത്തുവിടുന്നുള്ള എന്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ ആത്മവിശ്വാസത്തോട് പറയാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ തരാൻ പറ്റും? ഇത് കേക്ക് വെക്കാൻ ഞാൻ പറഞ്ഞു, അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാലും സാർ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളിലാണ് തന്നുവിട്ടത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ തരാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ട് വന്നേക്കൂ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചെലവൊന്നും വഹിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചെലവ് എന്തിനാണ് വഹിക്കുന്നത്? നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ? അത് ഡിപ്പാർട്ട്മെന്റ് നോക്കുമല്ലോ എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അത് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. ഈ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മുടെ ചർച്ചയിൽ താങ്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ഇതിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അല്ല, ഞാൻ വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. എന്നോട് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴങ്ങനെ പറഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ വിജിലൻസ് എന്താ പറ്റിയത്? ആ വിജിലൻസിന്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥന്റെ 2 കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. രണ്ടാമത്തെ കത്തിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ദേവസ്വം കമ്മീഷണറേക്ക് വിട്ടു. ദേവസ്വം കമ്മീഷണർ ബോർഡിലേക്ക് വിട്ടു. ബോർഡ് അന്തിമ തീരുമാനം എടുത്തു. അതിലിപ്പോ എന്താ കുഴപ്പം? അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റി കുറവില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ അവരോട് പിന്നെ അടുത്ത് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ, എന്നെ പ്രതിയാക്കട്ടെന്നേ. അതുകൊണ്ട് പ്രശാന്തിന്റെ പ്രശ്നം തീരുമല്ലോ. വലിയ ആശങ്ക ഭക്തരിലൊക്കെ തന്നെയുണ്ട്. ഈ ഒരു അന്വേഷണം എന്തായാലും ഇതിനിടയിൽ പൂർത്തിയാവാൻ സാധ്യത കുറവാണ്. ഈ മണ്ഡലകാലത്ത് ഇതെങ്ങനെ അഫക്ട് ചെയ്യുന്നു? അതാണ് ഞാൻ പറയുന്നത് എന്റെ ഒരു ആശങ്ക ഉണ്ട്. കാരണം ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭക്തരുടെ ഒരു ആശങ്കയുണ്ട്. അതുണ്ടാകാൻ പാടില്ല. അവിടെ വരുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ അവർക്ക് സംതൃപ്തമായ ഒരു മണ്ഡലകാലം പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. ഞങ്ങൾ അതിന്റെ ഒരു അശ്രാന്തമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരാഴ്ച ഞാൻ ശബരിമലയിലുണ്ടായിരുന്നു. ആ ശബരിമലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രസിഡന്റ് വരുന്നു. പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് കൂടുതൽ സഹായകമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു. 22-ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവിടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയാണ്.